ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊരു വാക്ക്. അപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് നടക്കുമോ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നേടിയെടുത്തു എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ലോ ഓഫ് അട്രാക്ഷൻ എന്നാൽ നമ്മളുടെ ചിന്തകളിലൂടെയാണ് എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിച്ചെടുക്കുന്നത്. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. അതായത് നമ്മൾ എപ്പോഴും നെഗറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളും സാഹചര്യങ്ങളും ആണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നേരെ മറിച്ച് നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുകയാണെങ്കിലോ പോസിറ്റീവായിട്ട് നമുക്ക് സന്തോഷിക്കാനുള്ള സാഹചര്യങ്ങളും അതിനുള്ള കാരണങ്ങളുമാണ് നമ്മളിലേക്ക് എത്തിച്ചേരുക. അതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പൈലോ കൊയ്ലോയുടെ ഒരു വാക്ക്, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹം നടക്കാൻ പ്രപഞ്ചം നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആത്മാർത്ഥമായിട്ട് എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും കാരണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് ഒരു രോഗങ്ങളെ കൊണ്ട് ദുരിതം അനുഭവിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ നമ്മൾ ഏത് സമയം അയ്യോ എനിക്കെന്താ ഇങ്ങനെ രോഗം, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനെ രോഗം മാത്രം വരുന്നത്, ദുരിതം വരുന്നത് എന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് അതന്നെ വന്നുകൊണ്ടിരിക്കുള്ളൂ. കാരണം നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അത് നമ്മളെ ജീവിതത്തിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ ഒരു കടമുള്ള ആളാണെങ്കിൽ എനിക്ക് ഇത്ര കടമുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, ഇത്ര കടമുണ്ട്, ഞാൻ എന്താ ചെയ്യുക, കയ്യിൽ പൈസ ഇല്ലല്ലോ, ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാവില്ല, നമുക്ക് ദുരിതവും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ പറയാം, എൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, ഞാൻ സമ്പന്നനാണ്, സമ്പന്നത എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിനുള്ള സാഹചര്യങ്ങളും മാർഗങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന കാര്യങ്ങൾ. നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ട് 24 മണിക്കൂറും നമ്മൾ ചിരിച്ചു കൊണ്ടേയിരിക്കുക. ഈ ചിരി നമ്മളെ മുഖത്തുനിന്ന് ഒരിക്കലും മാറാതെ ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് പല മാർഗങ്ങളുണ്ടാവും. ദുഃഖങ്ങളില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. എല്ലാവരും ടെൻഷനും കാര്യങ്ങളും ദുഃഖവും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ പാട്ടിന് വിടുക, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. നമ്മളേക്ക് സന്തോഷം കിട്ടുന്ന മ്യൂസിക് കേൾക്കാം, സിനിമ കാണാം, ഡാൻസ് കളിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊപ്പം ചിലവഴിക്കാം. ഇങ്ങനെ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഈ നെഗറ്റീവ് കാര്യങ്ങൾ കേൾക്കാനോ നെഗറ്റീവ് കാര്യങ്ങൾ പറയാനോ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഇതൊന്നും നമ്മൾ ജീവിതത്തിൽ നെഗറ്റീവ് ഇനി ഒഴിവാക്കുകയും ചെയ്യുക. നെഗറ്റീവ് തോട്ട് വരുമ്പോൾ തന്നെ നമ്മളത് ക്യാൻസൽ എന്ന് പറയുക. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ചിന്തിക്കുക, നെഗറ്റീവാണോ അത് പോസിറ്റീവാണോ നമ്മൾ ചിന്തിക്കുന്നതെന്ന് നമ്മൾ തോട്ട് വരുമ്പോൾ തന്നെ നമ്മളത് മനസ്സിലാക്കുക. നമ്മൾ അങ്ങനെ ഒരു വാക്ക് നമുക്ക് പറയേണ്ടി വരികയാണെങ്കിൽ നമ്മളത് ഒഴിവാക്കുക. എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ വീട് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ഞാൻ ആഗ്രഹിച്ച ഓരോരോ കാര്യങ്ങളും ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് ടെക്നിക്കുകൾ ഈ ലോ ഓഫ് അട്രാക്ഷനിലുണ്ട്. അതായത് ഗ്രാറ്റിറ്റ്യൂഡ്, അഫർമേഷൻ, ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് മെഡിറ്റേഷൻ, ഇത്രയും കുറേ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അത് ഉറപ്പാണ്. നിങ്ങളിപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ, ഇപ്പോൾ ഞാൻ നാളെ എണീറ്റിട്ട് എനിക്കൊരു വീടുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കൊരു വീടുണ്ടായിന്ന് വരില്ല. നമ്മൾ ഓരോരോ അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് നെഗറ്റീവേ വരുള്ളൂ. ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നിങ്ങൾ ചില ആളുകളെ കണ്ടിട്ടുണ്ടാവും, അവർ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ്, എത്ര വിഷമങ്ങളുണ്ടെങ്കിലും അവർ പോസിറ്റീവായിട്ട് മാത്രമേ ചിരിച്ചുകൊണ്ടും പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് സന്തോഷിക്കാനുള്ള ഓരോരോ മാർഗങ്ങൾ പ്രപഞ്ചനാഥൻ, അതായത് യൂണിവേഴ്സ് എത്തിച്ചു കൊണ്ടേയിരിക്കും. നേരെ മറിച്ച് ദുഃഖിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ മാത്രമാണ് നമുക്ക്
നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും, ഇപ്പോൾ ദുഃഖമായാലും സന്തോഷമായാലും ഒക്കെ മുൻപേ നമ്മൾ ചിന്തിച്ച് കൂട്ടിയ ഓരോ കാര്യത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക, പോസിറ്റീവായിട്ട് നമ്മളെ മനസ്സിലേക്ക് എല്ലാ പോസിറ്റീവ് തോട്ടുകളും വരാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തുക. ഇപ്പോൾ പെട്ടെന്ന് ഒന്നും നമുക്ക് ഇതിന് സാധിച്ചെന്ന് വരില്ല. പെട്ടെന്നൊന്നും നമുക്ക് നെഗറ്റീവുകൾ നമ്മൾ അതേ ശീലിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ കാര്യങ്ങളൊക്കെ മാറ്റാൻ കഴിയില്ല. പതിയെ പതിയെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിലേക്ക് വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പോസിറ്റീവ് കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് ജീവിതത്തിൽ നടന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് സാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്ത ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതെൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനാവും, എൻ്റെ അനുഭവങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഇപ്പോൾ നിങ്ങൾ റോണ്ട ബയേൻ്റെ സീക്രട്ട് എന്ന ബുക്കുണ്ട്. ആ ബുക്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറയുന്നുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ വഴി. ആ ബുക്ക് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് റോണ്ട ബയേൻ്റെ സീക്രട്ട് എന്ന ബുക്ക്. ഈ ബുക്ക് മലയാളത്തിൽ നമുക്ക് ഇംഗ്ലീഷിലൊക്കെ നമുക്ക് കിട്ടുകയാണ്. ഇപ്പോൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ ഈ ബുക്ക് കിട്ടിയത് ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാനത് വായിച്ചിട്ടുണ്ട്. ഒരു തവണയോ 2 തവണയോ 3 തവണയോ ഒക്കെ വായിച്ചാലേ നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അത്രയേറെ കാര്യങ്ങളാണ്, നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും ഓരോരോ കാര്യങ്ങൾ. നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ജീവിതത്തിൽ എന്നും നമ്മൾ ചിന്തിച്ചു പോകും. അതായത് നമുക്ക് ഇതുവരെ അറിയപ്പെടാത്ത, ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഓരോരോ കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ സീക്രട്ട് എന്ന ബുക്കിലൂടെ നമുക്ക് റോണ്ട ബയൺ പറഞ്ഞു തരുന്നത്. അതായത് ഇനി മുതൽ നമ്മളെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. 24 മണിക്കൂർ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ഹാപ്പി ഐ ആം ഹാപ്പി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമുക്ക് എന്ത് ഹെൽത്ത് ഇഷ്യൂ വന്നാലും നമ്മൾ പറയാം ഐ ആം ഹെൽത്തി. എൻ്റെ ആരോഗ്യത്തിന് നന്ദി ദൈവമേ, നന്ദി മഹാപ്രപഞ്ചമേ, എൻ്റെ ആരോഗ്യത്തിന് നന്ദി എന്നിങ്ങനെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാവും. അതുപോലെ പണം എല്ലാവരുടെയും പ്രശ്നമാണ്. അപ്പോൾ ഈ പണത്തിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അയ്യോ എൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലല്ലോ എന്ന് ചിന്തിക്കാതെ എൻ്റെ കയ്യിലേക്ക് ധാരാളം പണം വന്നു ചേർന്നതിന് നന്ദി, ഞാൻ സമ്പന്നനാണ്, ഐ എം എ റിച്ച്, ഐ എം ഹാപ്പി, ഇങ്ങനെ ഓരോരോ വേർഡുകൾ നമ്മൾ എപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ നമ്മളുടെ ഒരു സ്വഭാവമാണ്, നമുക്ക് എന്തെങ്കിലും ദുഃഖങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള ആളുകളോടോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടോ ഒക്കെ നിരന്തരം ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, എനിക്ക് ഭയങ്കര ദുഃഖമാണ്, ഞാനിങ്ങനെയാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഈ ഉപബോധ മനസ്സ് അത് കേൾക്കുന്നത് പൈസ ഇല്ല എങ്ങനെ, ഈ ഉപബോധ മനസ്സിന് അത് വേഗം ക്യാച്ച് ചെയ്യും. അപ്പോൾ അത് നമ്മളെ ജീവിതത്തിൽ പൈസ ഇല്ല എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്നാണ് ഉപബോധ മനസ്സ് വിചാരിക്കുക. അപ്പോൾ അതുതന്നെയാണ് നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്ത സാഹചര്യങ്ങളാണ് നമുക്ക് വന്നു ചേരുക. നേരെ മറിച്ച് നമ്മൾ ഓരോ വാക്കും പറയുമ്പോഴും നമ്മളിത് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എന്ന് ചിന്തിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നമ്മളത് തന്നെ ചിന്തിക്കുക, എപ്പോഴും പോസിറ്റീവ് സാഹചര്യങ്ങളായിട്ട് ഇടപെടാൻ ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് നടന്നിട്ടില്ലെങ്കിലും നമ്മൾ പതിയെ അതിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് പല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതിൻ്റെ അനുഭവങ്ങൾ കിട്ടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് ശ്രമിച്ചാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യാൻ 1 മണിക്കൂർ നമ്മൾ ജീവിതത്തിൽ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്കെന്താ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചൊരു ലൈഫ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഡിവൈൻ റിതം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അതിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻ വരും. ഇനി ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരമുള്ള കാര്യങ്ങളും ടെക്നിക്കുകളും ഞാൻ അടുത്ത വീഡിയോയിലും ഒക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.